എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെ മുഴുവൻ തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ആദ്യം നമുക്ക് 2 മാർക്ക് സെക്ഷൻ നോക്കാം. വാട്ട് ഈസ് ഫിനാൻസ്? ഫിനാൻസ് ഈസ് ദി സ്റ്റഡി ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മണി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആക്ച്വലി ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാനേജ്മെൻ്റ് ആണ്. അതായത് പണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുകയും അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് ഈസ് ദി സ്റ്റഡി ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മണി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്തതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. വാട്ട് ആർ ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ്? ഫിനാൻസിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്താണെന്ന്. ആക്ച്വലി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ക്യാഷ് ഫ്ലോ എന്നൊക്കെ എഴുതാൻ പറ്റും. എന്നാലും റിയൽ ആൻസർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫിനാൻസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. അതാണ് അതിന്റെ ആൻസർ. വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാൻ? ഇറ്റ് സിംപ്ലി മീൻസ് ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ അച്ചീവിംഗ് ഫിനാൻഷ്യൽ ഗോൾസ്. ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു ഫേമിന് അവരുടെ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിനെയാണ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അവരുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാനിനെയാണ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻ മീൻസ് ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ അച്ചീവിംഗ് ഫിനാൻഷ്യൽ ഗോൾസ്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഒന്നില്ലെങ്കിൽ സെക്കൻഡ് സെക്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 2 മാർക്കിന്റെ സെക്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എസ്സേയുടെ തുടക്കത്തിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന എസ്സേ ആണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുണ്ടാവും. PG ഹാസ്റ്റിങ്സ് കൊടുത്തിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ലൂസിഡ് ആയിട്ടും ഏറ്റവും ലളിതമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് PG ഹാസ്റ്റിങ്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു കലയാണ്. പണത്തിന്റെ റേസിംഗും അതുപോലെ തന്നെ സ്പെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ഫിനാൻഷ്യൽ മാനേജർ? ഫിനാൻസ് മാനേജർ ഈസ് എ പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ഫിനാൻസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഫിനാൻസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? ഇറ്റ് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. യു ഓൾ നോ, ഏതൊരു ബിസിനസ് എന്റർപ്രൈസിന്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റർ കൂടെയാണ് പ്രോഫിറ്റ്. അതേപോലെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ്. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും മെയിൻ ഒബ്ജക്റ്റീവ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇറ്റ് മീൻസ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നാണ് അർത്ഥം. പ്രോഫിറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗ്രോത്ത് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ആണ് പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ ആണ്. ദെൻ വാട്ട് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ? വെൽത്ത് മാക്സിമൈസേഷൻ മീൻസ് മാക്സിമൈസിംഗ് വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻക്രീസിംഗ് ഏർണിംഗ് പെർ ഷെയർ. EPS ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. വെൽത്ത് മാക്സിമൈസേഷൻ മീൻസ് മാക്സിമൈസിംഗ് വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻക്രീസിംഗ് ഏർണിംഗ്സ് പെർ ഷെയർ. നെക്സ്റ്റ്, വാല്യൂ മാക്സിമൈസേഷൻ. വാല്യൂ മാക്സിമൈസേഷൻ മീൻസ് ടു ഇൻക്രീസ് ലോങ് ടേം മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം പ്രോഫിറ്റ്. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യുക. വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി?
ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് മീൻസ് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് മണി വിത്ത് ചേഞ്ച് ഇൻ ടൈം. അത് കറക്റ്റ് ആൻസർ ആണ്. അത്ര എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ഇറ്റ് ഈസ് ദ വർത്ത് ഓഫ് എ റുപ്പി റിസീവ്ഡ് ടുഡേ ഈസ് ഡിഫറെൻറ്റ് ഫ്രം വർത്ത് ഓഫ് റുപ്പി ഇൻ ഫ്യൂച്ചർ. അതായത് ഇന്ന് നമുക്ക് 1 രൂപ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ വർത്ത് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട് ഇന്ന്. അത് ഞാനൊരു 5 വർഷത്തേക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് ബാങ്കിൽ നിന്ന് 1000 ആയിരിക്കില്ലല്ലോ കിട്ടുക. 1000-ന് പകരം 1500 1800 കിട്ടും അല്ലേ? അപ്പോൾ ഇന്നത്തെ ആ ഒരു രൂപയുടെ മൂല്യമായിരിക്കില്ല നാളത്തെ ആ ഒരു രൂപയുടെ മൂല്യം. അതായത് ടൈമിനനുസരിച്ച് മണിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് TVM അഥവാ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് മണി വിത്ത് ചേഞ്ച് ഇൻ ടൈം, അതായത് ടൈം കാലം മാറുന്നതിനനുസരിച്ച് മണിയുടെ വാല്യൂവും ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് ദ വർത്ത് ഓഫ് എ റുപ്പി റിസീവ്ഡ് ടുഡേ. ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള, ഇന്ന് ഞാൻ റിസീവ് ചെയ്ത 1 രൂപയുടെ വർത്ത് ഫ്യൂച്ചറിൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ കോമ്പൗണ്ടിങ്. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസന്റ് മണി ഈസ് കോൾഡ് കോമ്പൗണ്ടിങ്. അതായത് ഇന്ന് എൻ്റെ കയ്യിലുള്ള പൈസയുടെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസന്റ് മണി ഈസ് കോൾഡ് കോമ്പൗണ്ടിങ്. ഇനി ഡിസ്കൗണ്ടിങ്. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് പ്രസന്റ് മണി, അവിടെ എന്നോട് ഫ്യൂച്ചർ എന്നാണ് എഴുതിപ്പോയത്, പ്രസന്റ് മണിയാണ് കേട്ടോ. ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ മണി ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ്. ദെൻ റിസ്ക്. റിസ്ക് സിംപ്ലി റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ലോസ്. നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ റിസ്ക് സിംപ്ലി റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ലോസ്. ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ലോസിങ് ഓൾ ഓർ സം ഓഫ് മണി. മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പണം നഷ്ടപ്പെടാനുള്ള ആ ഒരു സാധ്യതയെ കൂടെ നമുക്ക് എന്ത് പറയാം? റിസ്ക് അഥവാ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. റിസ്ക് സിംപ്ലി റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ലോസ്. ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ലോസിങ് ഓൾ ഓർ സം ഓഫ് മണി. അടുത്തതാണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക്. ഇറ്റ് ഈസ് നോൺ ഡൈവേഴ്സിഫയബിൾ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്കിന്റെ ഒരു ടൈപ്പാണ്. അത് നോൺ ഡൈവേഴ്സിഫയബിൾ ആണ്. അതായത് നമുക്കതൊരിക്കലും തടയാൻ സാധിക്കില്ല. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എക്സെട്ര. സാമൂഹികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എല്ലാം തന്നെ വരുന്ന റിസ്കുകളെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താന്ന് ചോദിച്ചാൽ അതൊരു ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. അത് നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. അത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസ്ക്. ഇറ്റ് ഈസ് ഡൈവേഴ്സിഫയബിൾ. നമുക്ക് തടയാൻ സാധിക്കുന്ന തരത്തിലുള്ള റിസ്കിന്റെ ടൈപ്പിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ലേബർ സ്ട്രൈക്ക്, ചേഞ്ച് ഇൻ മാനേജ്മെന്റ് എക്സെട്ര. തൊഴിലാളികളുടെ സമരം, മാനേജ്മെന്റിൽ അടിക്കടി ഉണ്ടാകുന്ന മാറ്റം, ഇത്തരം കാരണങ്ങളാൽ ഉണ്ടാകുന്ന റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റിസ്കുകൾ നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തടയാൻ സാധിക്കും. അതായത് തൊഴിലാളികൾ പൊതുവെ വേതനം കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും സമരം ചെയ്യുക. അത്തരത്തിൽ നമ്മൾ കമ്പനി കണ്ടറിഞ്ഞ് വേതനം കൂട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം കൊടുത്താൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യില്ല? സ്ട്രൈക്ക് നടത്തില്ല. അത്തരത്തിൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ തടയാൻ സാധിക്കുന്ന, അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ലേബർ സ്ട്രൈക്ക്, ചേഞ്ച് ഇൻ മാനേജ്മെന്റ്, ഇത്തരം കാരണങ്ങളാൽ അറൈസ് ചെയ്യുന്ന റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ 2 തരത്തിലുള്ള റിസ്ക് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. റിസ്ക് എന്താണെന്ന് പഠിച്ചല്ലോ. റിസ്ക് എന്ന് പറഞ്ഞാൽ ചാൻസ് ഓഫ് ലോസ്, നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ലോസിങ് ഓൾ ഓർ സം ഓഫ് മണി. മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയെ കൂടെ നമ്മൾ എന്ത് പറയുന്നു? റിസ്ക് അഥവാ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നു. 2 രീതിയിലുള്ള റിസ്ക് ആണുള്ളത്, സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും. സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും റിസ്കിന്റെ ടൈപ്പാണ്. സിസ്റ്റമാറ്റിക് നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്, എന്നാൽ അൺസിസ്റ്റമാറ്റിക് ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് റിസ്ക് അറൈസ് ചെയ്യുന്നത് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് അറൈസ് ചെയ്യുന്നത് ലേബർ സ്ട്രൈക്ക്, ചേഞ്ചസ് ഇൻ മാനേജ്മെന്റ് മുതലായ കാരണങ്ങൾ കൊണ്ടാണ്. അടുത്തത് മാർക്കറ്റ് റിസ്ക്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്കിന്റെ ഒരു ടൈപ്പാണ് മാർക്കറ്റ് റിസ്ക്. ഇറ്റ് ഈസ് എ റിസ്ക് അറൈസസ് ഡ്യൂ ടു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്, അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്.
റിസ്ക് അറൈസസ് ഡ്യൂ ടു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഇതും സിസ്റ്റമാറ്റിക് റിസ്കിന്റെ ടൈപ്പാണ്. ഇറ്റ് ഈസ് എ റിസ്ക് അറൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് വരുന്ന റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. അതും സിസ്റ്റമാറ്റിക് റിസ്കിന്റെ ഒരു ടൈപ്പാണ്. ഇറ്റ് ഈസ് ദ റിസ്ക് അറൈസസ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം കാരണം ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് സിസ്റ്റമാറ്റിക് റിസ്കിന് ഉദാഹരണങ്ങൾ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും അൺസിസ്റ്റമാറ്റിക് റിസ്കിന് ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ബിസിനസ് റിസ്ക്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇറ്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ ആക്ച്വൽ ഏർണിംഗ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് ഏർണിംഗ്സ്. ആക്ച്വൽ ഏർണിംഗ്സും എക്സ്പെക്റ്റഡ് ഏർണിംഗ്സും തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് തമ്മിലുള്ള റിസ്ക് ആണ് ബിസിനസ് റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, അതിന്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് റിട്ടേൺ. ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ മെയ്ഡ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ്, ബിസിനസ് ഓർ ആക്ടിവിറ്റി ഈസ് കോൾഡ് റിട്ടേൺ. ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിലൂടെയോ നമുക്കൊരു പ്രോഫിറ്റോ ഗെയിനോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെയോ ഒരു ബിസിനസ്സിലൂടെയോ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയിലൂടെയോ നമുക്ക് ഗെയിനോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് റിട്ടേൺ എന്ന് പറയാം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാൻസ് ഓഫ് ലോസ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഈസ് കോൾഡ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഒരു ഓർഗനൈസേഷന്റെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു കൃത്യമായ ബാലൻസിനെയാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. എ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിലെ 5 മാർക്ക് സെക്ഷൻ നോക്കാം. വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? ലെറ്റ്സ് സീ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആണ്. വെൽത്ത് മാക്സിമൈസേഷൻ ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഷോർട്ട് ടേം ആണ്, വെൽത്ത് മാക്സിമൈസേഷൻ ലോങ് ടേം ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആണ്, വരാസ് വെൽത്ത് മാക്സിമൈസേഷൻ ഒരു മോഡേൺ അപ്രോച്ച് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആണ്, വെൽത്ത് മാക്സിമൈസേഷൻ ഒരു മോഡേൺ അപ്രോച്ച് ആണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ റിസ്ക് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, വെൽത്ത് മാക്സിമൈസേഷൻ റിസ്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സൊസൈറ്റിയെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, വെൽത്ത് മാക്സിമൈസേഷൻ സൊസൈറ്റിയെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ടൈം വാല്യൂ ഓഫ് മണി ഇഗ്നോർ ചെയ്യുന്നുണ്ട്, വെൽത്ത് മാക്സിമൈസേഷൻ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാക്സിമൈസിംഗ് പ്രോഫിറ്റ് ആണ് എയിം ചെയ്യുന്നത്, വെൽത്ത് മാക്സിമൈസേഷൻ എയിം മാക്സിമൈസിംഗ് വെൽത്ത്. ദീസ് ആർ ദ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആൻഡ് വെൽത്ത് മാക്സിമൈസേഷൻ. ഇപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഷോർട്ട് ടേം ആണ്, വെൽത്ത് ലോങ് ടേം ആണ്. പ്രോഫിറ്റ് ട്രഡീഷണൽ ആണ്, വെൽത്ത് മോഡേൺ ആണ്. പ്രോഫിറ്റ് റിസ്കിനെയും സൊസൈറ്റിനെയും ടൈം വാല്യൂവിനെയും അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതെല്ലാം ആര് കൺസിഡർ ചെയ്യുന്നുണ്ട്? വെൽത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദി നാച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ നാച്ചർ എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ നാച്ചർ ചോദിച്ചാലും ഫീച്ചർ ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും താഴെ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതുക. ആദ്യം ഇത്തരം ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് ചോദിക്കുന്നത് എങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ ആദ്യം കൊടുക്കുക. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. PG ഹാസ്റ്റിംഗ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് റേസിംഗ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി. അതിന്റെ നാച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെന്റ് ഓഫ് മണി. 5 മാർക്കാണെങ്കിൽ യു മസ്റ്റ് ഗിവ് എക്സ്പ്ലനേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കൊടുക്കണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. മാനേജ്മെന്റ് ഓഫ് മണി, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫിനാൻഷ്യൽ കൺട്രോൾ, ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്, ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, സെൻട്രലൈസ്ഡ് ഇൻ നാച്ചർ, മൾട്ടി ഡിസിപ്ലിനറി, കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് എങ്ങനെ എഴുതാം? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓഫ് മണി, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫിനാൻഷ്യൽ കൺട്രോൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്, മൾട്ടി ഡിസിപ്ലിനറി. അത്രയും പഠിച്ചാലും മതി. ഓക്കെ. Then what are the functions of financial management? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷണൽ ഏരിയാസും ചോദിക്കാറുണ്ട്. രണ്ടും സെയിം ആൻസർ ആണ് കേട്ടോ, കൺഫ്യൂഷൻ ആവശ്യമില്ല. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സെയിം പോയിന്റ് ആണ് കൊടുത്തത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസും ചോദിക്കാറുണ്ട്,
വാട്ട് ആർ ദ ഫിനാൻഷ്യൽ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നും ചോദിക്കാറുണ്ട്. സെയിം പോയിന്റ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ പഠിച്ചു പോകും. ഒരു താളമുണ്ട് ഇതിന്. ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, 3 പഠിച്ചു. ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, ആ 3 ആ ഒരു ഓർഡറിൽ. റിസ്ക് മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അങ്ങനെ 9 ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. 3 സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ. ഓക്കെ, ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ആ 3 ഡിസിഷൻ വെച്ചങ്ങ് ഓർത്ത് വെക്കുക. ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, അത് ഫിനാൻഷ്യൽ വെച്ച് ഓർത്ത് വെക്കുക. റിസ്ക് മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അത് മാനേജ്മെന്റ് വെച്ച് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ പഠിച്ചെടുത്തു. എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പൊ ഫംഗ്ഷൻസും ഫങ്ഷണൽ ഏരിയാസും പഠിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ആർ ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി? ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രാധാന്യം എന്താണ്? അപ്പൊ ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് കൊടുക്കുക. നമ്മൾ 2 മാർക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇറ്റ് മെഷർ വർത്ത് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം വർത്ത് ആണ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ടൈം വാല്യൂ ഓഫ് മണി വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാലോ. അത്തരത്തിൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്താൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും നമുക്ക് എത്ര നേടാൻ സാധിക്കും, എന്ത് വർത്ത് നമുക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി മെഷർ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഇവാലുവേറ്റ് ഫിനാൻസിങ് ഡിസിഷൻ. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ക്രെഡിറ്റ് പോളിസീസ് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിസ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അൺസർട്ടൈനിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ടു ഡിറ്റർമൈൻ റിസ്ക്കും അൺസർട്ടൈനിറ്റിയും രണ്ട് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് 5 പോയിന്റ് ആയിട്ട് എഴുതാം. ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ഏതെല്ലാം മേഖലയിൽ ടൈം വാല്യൂ ഓഫ് മണി അപ്ലൈ ചെയ്യാം? ടെക്സ്റ്റിൽ ഇല്ലാത്ത പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ഇതൊരു വർഷം ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുമുണ്ട്. എന്തൊക്കെയാണ് ടൈം വാല്യൂ ഓഫ് മണിയുടെ അപ്ലിക്കേഷൻ? അപ്പോൾ ആദ്യം നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് കൊടുക്കാം. ഇറ്റ് മീൻസ് ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് മണി വിത്ത് ചേഞ്ച് ഇൻ ടൈം. കാലം മാറുന്നതിനനുസരിച്ച് വാല്യൂ ഓഫ് മണിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വർത്ത് ഓഫ് എ റുപ്പി റിസീവ്ഡ് ടുഡേ ഈസ് ഡിഫറെന്റ് ഫ്രം വർത്ത് ഓഫ് റുപ്പി ഇൻ ഫ്യൂച്ചർ. മലയാളത്തിൽ ഓർത്ത് വെച്ചിട്ട് ഇംഗ്ലീഷിലാക്കി എഴുതാൻ കഴിവുള്ളവർക്ക് അതായിരിക്കും കുറച്ചുകൂടെ സുഖം. അതെങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കുക? ഒരു രൂപയുടെ ഇന്നത്തെ മൂല്യമായിരിക്കില്ല 1 രൂപയുടെ ഫ്യൂച്ചറിലെ മൂല്യം. എവിടെയൊക്കെ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി അപ്ലൈ ചെയ്യാം? നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പ്രൊജക്ടിന്റെ വാബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ലോണിന്റെ ഇവാലുവേഷന് യൂസ് ചെയ്യാം. ഇൻഷുറൻസ് പ്ലാനിങ്ങിന് യൂസ് ചെയ്യാം. സ്റ്റോക്ക് വാല്യുവേഷൻ, ബോണ്ട് വാല്യുവേഷൻ, ബിസിനസ് വാല്യുവേഷൻ, ഹെഡ്ജിങ്, അസറ്റ് അലൊക്കേഷൻ, ഇത്തരം മേഖലകളിലെല്ലാം തന്നെ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ നോട്ട് ഓൺ ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണിക്ക് 2 ടെക്നിക്കാണുള്ളത്, കോമ്പൗണ്ടിങ്ങും ഡിസ്കൗണ്ടിങ്ങും. ഓൾറെഡി 2 മാർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക നിങ്ങൾ. റൈറ്റ് എ നോട്ട് ഓൺ ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ചോദിച്ചാൽ 2 ടെക്നിക്സ് ആണുള്ളത്, കോമ്പൗണ്ടിങ് ടെക്നിക്കും ഡിസ്കൗണ്ടിങ് ടെക്നിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എവറി മാനേജർ ഹാസ് ടു ടേക്ക് 3 മേജർ ഡിസിഷൻസ് വൈൽ പെർഫോമിംഗ് ദി ഫിനാൻസ് ഫംഗ്ഷൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം. അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ മാനേജറും 3 പ്രധാനപ്പെട്ട ഡിസിഷൻ ബിസിനസ്സിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഫിനാൻസിങ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും. ഇനി ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ ആണ് വേറൊരു രീതിയിൽ കഴിഞ്ഞ വർഷം എസ്സേ ചോദിച്ചത്. നിങ്ങൾ ആ എസ്സേ കുറേ പരിശോധിച്ചിട്ടുണ്ടാവും. ടെക്സ്റ്റിൽ പ്രോപ്പറായിട്ട് അങ്ങനെയില്ല. ഡിസ്കസ് ദ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതിൻ്റെ ഉത്തരവും ഇത് തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മേജർ ഡിസിഷൻ ഏരിയാസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫിനാൻസിങ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും. ഇത് എസ്സേക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 3 എഴുതിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ 2ാമത്തെ ചാപ്റ്ററില്ലേ, ആ ചാപ്റ്റർ മൊത്തം എഴുതി വെക്കാം. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ലീവറേജിൻ്റെ ഒക്കെ ചാപ്റ്റർ ഇല്ലേ, ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൻ്റെ ഫാക്ടേഴ്സ്, ലീവറേജ്, അത് എഴുതാം. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് ഡിവിഡൻഡിൻ്റെ ചാപ്റ്ററും എഴുതാം. 5 മാർക്കാണെങ്കിൽ ഷോർട്ടാക്കി എഴുതിയാൽ മതി. എസ്സേ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഏതൊക്കെയാണെന്നാണ് എസ്സേ എങ്കിൽ ഇത് എഴുതാം.
ഇനി നമുക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഡിസ്കസ് ദി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മീനിങ് നിങ്ങൾക്കറിയാം. സ്കോപ്പ് എന്തൊക്കെയാണ്? ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫിനാൻഷ്യൽ അനാലിസിസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, റിസ്ക് മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്. അതായത് ഫംഗ്ഷനും ഫംഗ്ഷണൽ ഏരിയയും സ്കോപ്പും ഒക്കെ സെയിം ആണ്. ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനാൻസിങ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു, ഡിവിഡൻഡ് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു, റിസ്ക് മാനേജ്മെന്റ്, ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ്, അസറ്റ് മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇറ്റ് പ്രൊമോട്ട് ബിസിനസ്. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ കീ എലമെന്റ്സ് ടു ദി പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു വർഷം ചോദിച്ചതാണ് കീ എലമെന്റ്സ് ടു ദി പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ അതും നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ഇല്ലേ, അത് എഴുതിയാൽ മതി. അടുത്തതാണ് ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എയിം, ഗോള്, ഒബ്ജക്റ്റീവ് ഇവയെല്ലാം സെയിം പോയിന്റ്സ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സും. ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊമോട്ട് വെൽബീയിങ് ഓഫ് സൊസൈറ്റി. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണെന്ന് പറയാം, അതിന്റെ അഡ്വാൻറ്റേജും ക്രിറ്റിസിസവും പഠിച്ചു വെക്കുക. എസ് എ ആണെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷനും അതിന്റെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ നോൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് യു സ്റ്റഡി വെൽ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.